Dear children, good morning all of you. ഇന്ന് നമ്മൾ ഒരു ഫാമിലിയെ പരിചയപ്പെടാൻ പോവാണ്. ഫാമിലി ഒരു കുടുംബത്തെ പരിചയപ്പെടും. അതായത് നമ്മുടെ കുടുംബത്തിൻ്റെ കുടുംബനാഥൻ ടെൻസാണ്. ടെൻസ് എന്ന് പറഞ്ഞാൽ കാലം. ടെൻസിന് 3 മക്കളാണ്. ഒന്ന് പ്രസൻറ്റ്, രണ്ടാമത്തത് പാസ്റ്റ്, മൂന്നാമത്തത് ഫ്യൂച്ചർ. ടെൻസിൻ്റെ 3 മക്കളിൽ ഒന്നാമത്തവനാണ് പ്രസൻറ്റ്, രണ്ടാമത്തവൻ പാസ്റ്റ്, മൂന്നാമത്തവനാണ് ഫ്യൂച്ചർ. പ്രസൻറ്റിന് കൂടെ തന്നെ അവൻ്റെ അച്ഛൻ്റെ പേര്, അതായത് എന്തായിരുന്നു അച്ഛൻ്റെ പേര്, ടെൻസ്, അതുകൂടി ചേർത്ത് പ്രസൻറ്റ് ടെൻസ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പാസ്റ്റിനും അവൻ്റെ അച്ഛൻ്റെ പേര് ചേർത്ത് പാസ്റ്റ് ടെൻസ് എന്ന് പറയും. മൂന്നാമത്തെ ഫ്യൂച്ചറിൻ്റെ കൂടിയും അവൻ്റെ അച്ഛൻ്റെ പേര് ചേർത്ത് ഫ്യൂച്ചർ ടെൻസ്. അപ്പോൾ മനസ്സിലായല്ലോ, ഒന്നാമത്തെ മകൻ്റെ പേര് പ്രസൻറ്റ് ടെൻസ്, രണ്ടാമത്തത് പാസ്റ്റ് ടെൻസ്, മൂന്നാമത്തത് ഫ്യൂച്ചർ ടെൻസ്. അപ്പോൾ എന്താണ് ഈ പ്രസൻറ്റിൻ്റെ സ്വഭാവം? പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളാണ് പ്രസൻറ്റ് ടെൻസ് പറയുക, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. പാസ്റ്റ് ആണെങ്കിലോ കഴിഞ്ഞു പോയ, അതായത് ഭൂതകാല കാര്യങ്ങളാണ് പാസ്റ്റ് ടെൻസ്. ഫ്യൂച്ചർ ആണെങ്കിലോ ഭാവി കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് പറയുന്നവനാണ് ഫ്യൂച്ചർ ടെൻസ്. മനസ്സിലായല്ലോ, ഒന്നാമത്തത് പ്രസൻറ്റ് ടെൻസ് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളും, പാസ്റ്റ് ടെൻസ് ആണെങ്കിലോ കഴിഞ്ഞുപോയ കാര്യങ്ങളും, ഫ്യൂച്ചർ ആണെങ്കിൽ ഭാവിയെ പറ്റി ചിന്തിക്കുന്ന വ്യക്തികളും. അതേപോലെ തന്നെ ഇവർക്കും ഓരോരുത്തർക്കും, അതായത് പാസ്റ്റ് ടെൻസിനും പ്രസൻറ്റ് ടെൻസിനും ഫ്യൂച്ചർ ടെൻസിനും 4 വീതം മക്കളാണുള്ളത്. ഒന്ന് സിമ്പിൾ, രണ്ടാമത്തത് കണ്ടിന്യൂസ്, മൂന്നാമത്തത് പെർഫെക്റ്റ്, നാലാമത്തതോ പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. ഇപ്പോൾ ഓരോരുത്തർക്കും 4 വീതം മക്കളാണുള്ളത്. ഒന്ന് സിമ്പിൾ, രണ്ടാമത്തത് കണ്ടിന്യൂസ്, മൂന്നാമത്തത് പെർഫെക്റ്റ്, നാലാമത്തെ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതുപോലെ തന്നെ പാസ്റ്റിനും 4 മക്കളാണുള്ളത്. ഒന്ന് സിമ്പിൾ, അവൻ്റെ പേരും അങ്ങനെ തന്നെയാണ്, സിമ്പിൾ, രണ്ടാമത്തത് പെർഫെക്റ്റ്, അപ്പോൾ ടെൻസിന് 3 മക്കൾ. അതിൽ പ്രസൻറ്റിനും 4 മക്കളുണ്ട്. ഒന്ന് സിമ്പിൾ, രണ്ടാമത്തെ കണ്ടിന്യൂസ്, മൂന്നാമത്തെ മകൻ്റെ പേര് പെർഫെക്റ്റ്, നാലാമത്തെ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതേപോലെ തന്നെ ഫ്യൂച്ചർ, പാസ്റ്റിനും 4 മക്കളാണ്. പാസ്റ്റ് സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അവസാനത്തെ മകനാണ്, അത് മൂന്നാമത്തെ മകനാണ് ഫ്യൂച്ചറിനും 4 മക്കളുണ്ട്. ഒന്ന് സിമ്പിൾ, രണ്ടാമത്തെ മോൻ്റെ പേര് കണ്ടിന്യൂസ്, മൂന്നാമത്തേത് പെർഫെക്റ്റ്, നാലാമത്തെ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പോൾ ഇവർ ഓരോരുത്തരുടെയും മക്കളെ തിരിച്ചറിയാൻ വേണ്ടി അവരുടെ അച്ഛൻ്റെ പേര് കൂടി ചേർക്കും. ഒന്ന് പ്രസൻറ്റിൻ്റെ മക്കളെയാണെങ്കിൽ സിമ്പിൾ പ്രസൻറ്റ് എന്നും, പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്നും, പ്രസൻറ്റ് പെർഫെക്റ്റ് എന്നും, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്നും അറിയപ്പെടും. മനസ്സിലായോ? രണ്ടാമത്തെ മകൻ്റെ പേരായിരുന്നു പാസ്റ്റിനും 4 മക്കളാണെന്ന് ഞാൻ പറഞ്ഞു. ഒന്നാമത്തത് സിമ്പിളിൻ്റെ കൂടി അവർ അച്ഛൻ്റെ പേര് ചേർന്നു. സിമ്പിൾ പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇനി മൂന്നാമത്തെ മകനായിരുന്നു ഫ്യൂച്ചറിൻ്റെ മക്കളുടെ കൂടെയും അവരുടെ അച്ഛൻ്റെ പേര് സിമ്പിൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പോൾ ഇതിന് ഇവരുടെ ഓരോ മക്കൾക്കും ഒരു പ്രത്യേക സ്വഭാവം, അത് അവിടെ എത്തുമ്പോഴാണ് അവർ പ്രകടിപ്പിക്കുക. അപ്പോൾ പ്രസൻറ്റിൻ്റെ മക്കളെല്ലാം പ്രസൻറ്റിൻ്റെ സ്വഭാവങ്ങളായിരിക്കും, പാസ്റ്റിൻ്റെ സ്വഭാവങ്ങളുണ്ടായിരിക്കും, ഫ്യൂച്ചറിൻ്റെ സ്വഭാവങ്ങളുണ്ടായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രസൻറ്റ് എല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ചർച്ച ചെയ്യുന്നത്. പാസ്റ്റ് ആണെങ്കിലോ കഴിഞ്ഞു പോയ കാര്യങ്ങളെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. ഫ്യൂച്ചർ ആണെങ്കിലോ ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ആ സ്വഭാവങ്ങൾ തന്നെ അവരുടെ 4 മക്കൾക്കും, ഓരോരുത്തരുടെയും 4 മക്കൾക്കും ഉണ്ട്. അതിനെപ്പറ്റിയാണ് ഇന്ന് ഞാൻ ക്ലാസ് എടുത്ത് തുടങ്ങുന്നത്. ഒരു 4 ദിവസം കൊണ്ട് നമുക്ക് ഓരോരുത്തരെയും പറ്റി പഠിക്കാം. ഓരോരുത്തരുടെ ഇളയ മക്കളായ സിമ്പിൾ പ്രസൻറ്റിനെ പറ്റി ഇന്ന് പറയാം.
സിമ്പിൾ പ്രസൻറ്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ. അടുത്ത ദിവസങ്ങളിൽ മറ്റ് 3 പേരെ 4 ക്ലാസ് കൊണ്ട് നമുക്ക് ഈ ടെൻസിൻ്റെ കുടുംബത്തെ നന്നായി പരിചയപ്പെടാം. ആർ യു റെഡി ടു? നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ലേൺ അബൌട്ട് ടെൻസസ്. ടെൻസസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ് ആൻഡ് ഫ്യൂച്ചർ ടെൻസ്. ഈ പ്രസന്റ് ടെൻസിനെ വീണ്ടും 4 ആയി തിരിക്കുക: സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതുപോലെ തന്നെ പാസ്റ്റിനെ സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഫ്യൂച്ചറിനെ വീണ്ടും തിരിക്കുന്നു: സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പോൾ ഈ ഓരോന്നിനെയും അടുത്ത 4 ദിവസമായിട്ട് നമുക്ക് ഓരോന്നിനെയും പറ്റി പഠിക്കാം. ഒന്നാമത് സിമ്പിളിന്റെ 3 എണ്ണത്തിൽ, അതായത് സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ. രണ്ടാമത്തെ ദിവസം പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. മൂന്നാമത്തെ ദിവസം പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് ആൻഡ് ഫ്യൂച്ചർ പെർഫെക്റ്റ്. നാലാമത്തെ ദിവസം നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആൻഡ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സിമ്പിൾ പ്രസന്റിനെയും സിമ്പിൾ പാസ്റ്റിനെയും സിമ്പിൾ ഫ്യൂച്ചറിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് പറഞ്ഞുതരാം: സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ് ആൻഡ് സിമ്പിൾ ഫ്യൂച്ചർ. അത് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്, എന്തൊക്കെയാണ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത്. നമ്മൾ പഠിക്കാൻ പോകുന്നത് സിമ്പിൾ പ്രസന്റിനെ പറ്റിയാണ്. അത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സിമ്പിൾ പ്രസന്റ്. സബ്ജക്റ്റിന്റെ കൂടെ വേർബിന്റെ ഫസ്റ്റ് ഫോം, വേർബിന്റെ പ്രസന്റ് ഫോം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ സിമ്പിൾ പ്രസന്റ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, അതായത് ഇപ്പോൾ നടക്കുന്ന എല്ലാ കാര്യങ്ങളും. ഫോർ എക്സാമ്പിൾ, ഐ ടീച്ച് ഇംഗ്ലീഷ് നൗ. ഐ ടീച്ച് ഇംഗ്ലീഷ് നൗ. എപ്പോഴാണ് ഇത് നടക്കുന്നത്? നൗ, പ്രസന്റിൽ ഇപ്പോഴാണ് നടക്കുന്നത്. നൗ ഐ ടീച്ച് ഇംഗ്ലീഷ് നൗ. ടീച്ച് എന്ന് പറയുന്നത് ഐ സബ്ജക്റ്റും ടീച്ച് വേർബിന്റെ ഫസ്റ്റ് ഫോമാണ്, പ്രസന്റ് ഫോമാണ്. ഐ ടീച്ച് ഇംഗ്ലീഷ് നൗ. അതുപോലെ തന്നെ another example, we learn English now. നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നു എപ്പോൾ? നൗ, പ്രസന്റ് ആണ്. നൗ എന്നത് പ്രസന്റ് ആണ്. we learn, സബ്ജക്റ്റ് we, വേർബിന്റെ ഫസ്റ്റ് ഫോം learn, ഇംഗ്ലീഷ് നൗ, സിമ്പിൾ പ്രസന്റ്. അതുപോലെ തന്നെ the cat eats fish now. the cat eats fish now. എപ്പോഴാണ് തിന്നുന്നത്? ഇപ്പോഴാണ്. നൗ പ്രസന്റ്. the cat സബ്ജക്റ്റും eats വേർബിന്റെ ഫസ്റ്റ് ഫോം. അപ്പോൾ മനസ്സിലായല്ല, സബ്ജക്റ്റ് പ്ലസ് വേർബിന്റെ ഫസ്റ്റ് ഫോം ഉണ്ടായാൽ അങ്ങനെയുള്ള ടെൻസിനെ പറ്റി പറയുന്നതാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് അതായത് ഒരു കാലം ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ വിവരിക്കാൻ പറ്റുന്ന വേർബ് ഒരു പാറ്റേൺ ആണ്, സെന്റൻസ് ഫോമാണ് സിമ്പിൾ പ്രസന്റ്. ഒരു ഓർത്ത് വെക്കുക, സബ്ജക്റ്റിന്റെ കൂടെ വേർബിന്റെ ഫസ്റ്റ് ഫോം ഉപയോഗിക്കുന്നതാണ് സിമ്പിൾ പ്രസന്റ്. ഇനി അതിനെ മാറ്റി നമ്മൾ സിമ്പിൾ പാസ്റ്റിലേക്ക് പോകും. സിമ്പിൾ പാസ്റ്റിലേക്ക് പോകുമ്പോൾ, അതായത് രണ്ടാമത്തെ ഫോമാണ്. പാസ്റ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയതാണ്, ഭൂതകാലമാണ്. അപ്പൊ അത് ഇന്നലെ നടന്ന അല്ലെങ്കിൽ ഇന്ന് രാവിലെ കഴിഞ്ഞു പോയ കാര്യം. അപ്പൊ ഞാൻ ഇന്നലെ ഇംഗ്ലീഷ് പഠിപ്പിച്ചു. അപ്പൊ എന്തായി മാറും? സബ്ജക്റ്റിന്റെ കൂടെ വേർബിന്റെ സെക്കൻഡ് ഫോം ഐ ടീച്ച് എന്തായി മാറും? ഐ ടോട്ട്. ഐ വേർബ് ടീച്ച്, ടോട്ട്. ടീച്ച്, ടോട്ട് ഇംഗ്ലീഷ്. നൗ അല്ല, യെസ്റ്റർഡേ, ഇന്നലെ രാത്രി അല്ലെങ്കിൽ ഇന്നലെ, യെസ്റ്റർഡേ. അതേപോലെ തന്നെ നമ്മൾ ഇംഗ്ലീഷ് ഇന്നലെ പഠിച്ചു. അല്ല, ഐ ലേൺഡ്. ലേണിന്റെ സെക്കൻഡ് ഫോം ആണ് ലേൺ. ലേൺഡ്, ARND or LARND. ഓക്കെ, ലേൺഡ് ഇംഗ്ലീഷ് യെസ്റ്റർഡേ. യെസ്റ്റർഡേ കഴിഞ്ഞു പോയി എപ്പോഴാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പൂച്ച ഇന്നലെ മീൻ തിന്നിരുന്നു. എന്ത് പറയാ? ദ കാറ്റ് ഈറ്റിന്റെ എന്താണ് സെക്കൻഡ് ഫോം? ഈറ്റ്, എയ്റ്റ് ആണ്. ദ കാറ്റ് എയ്റ്റ് ഫിഷ് യെസ്റ്റർഡേ ഓർ യെസ്റ്റർഡേ മോർണിംഗ് ഓർ ടുഡേ മോർണിംഗ് കഴിഞ്ഞു പോയത്. അപ്പോൾ സബ്ജക്റ്റിന്റെ കൂടെ വേർബിന്റെ സെക്കൻഡ് ഫോം വന്ന ആളാണ് അത് സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഐ ടോട്ട് ഇംഗ്ലീഷ് യെസ്റ്റർഡേ, വി ലേൺഡ് ഇംഗ്ലീഷ് യെസ്റ്റർഡേ, ദ കാറ്റ് എയ്റ്റ് ഫിഷ് യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ കുളത്തിൽ നീന്തി. ഐ സ്വാം ഇൻ ദ പൂൾ യെസ്റ്റർഡേ. ഐ വാക്ക്ഡ് ടു ഷോപ്പ് യെസ്റ്റർഡേ. then I drank tea
യെസ്റ്റർഡേ നൈറ്റ്, അങ്ങനെ കഴിഞ്ഞുപോയ കാര്യങ്ങളിൽ സബ്ജക്റ്റിന്റെ കൂടെ വെർബിന്റെ സെക്കൻഡ് ഫോം ഉണ്ടായത് അതിനെ എന്താ പറയുന്നത്, സിമ്പിൾ പാസ്റ്റ് എന്ന് പറയും. ഇനി അടുത്ത് നമ്മൾ വരുന്നത് സിമ്പിൾ ഫ്യൂച്ചറിലേക്കാണ്. സിമ്പിൾ ഫ്യൂച്ചർ, ഭാവി. ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഭാവിയെ കാര്യങ്ങളെ വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് സിമ്പിൾ ഫ്യൂച്ചർ. ഉദാഹരണത്തിന് ഞാൻ സിമ്പിൾ പ്രസന്റിൽ പറഞ്ഞു, സബ്ജക്റ്റിന്റെ കൂടെ വെർബിന്റെ ഫസ്റ്റ് ഫോം ഉണ്ടായാൽ അത് സിമ്പിൾ പ്രസന്റ് ആണ്. ഇനി സിമ്പിൾ ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ സബ്ജക്റ്റിന്റെ കൂടെ ഷാൽ ഓർ വിൽ, നടക്കും, ഭാവിയിൽ നടക്കാൻ പോകുന്നത് ഷാൽ ഓർ വില്ലിന്റെ കൂടെ വെർബിന്റെ ഫസ്റ്റ് ഫോം ഉണ്ട് ടെൻസിനെ ആണ് പറയുന്നത് സിമ്പിൾ ഫ്യൂച്ചർ, ഭാവിയിൽ നടക്കും. അപ്പൊ നാളെ ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കും, നാളെ ടുമോറോ. സബ്ജക്റ്റിന്റെ കൂടെ ഞാൻ പഠിപ്പിക്കും ഐ വിൽ ടീച്ച് ഓർ ഐ ഷാൽ ടീച്ച്. ഐ വിൽ ടീച്ച് വെർബിന്റെ ഫസ്റ്റ് ഫോം ഷാൽ ഓർ വില്ലിൽ ചേർക്കുന്നു. ഐ വിൽ ടീച്ച് ഇംഗ്ലീഷ് ടുമോറോ നൈറ്റ് ഓർ ടുമോറോ. അതുപോലെ തന്നെ അനദർ എക്സാമ്പിൾ, വി, നമ്മൾ പഠിക്കും. വി ലേൺ ആണ് ഞാൻ പറഞ്ഞു, പഠിക്കുന്നു. അപ്പോൾ ഭാവിയാണെങ്കിൽ വി ഷാൽ ലേൺ ഇംഗ്ലീഷ് ടുമോറോ. ഇംഗ്ലീഷ് ടുമോറോ ആണ് ഭാവി. അതുപോലെ തന്നെ പൂച്ച, നാളെ മീൻ. ദ കാറ്റ് വിൽ ഈറ്റ് ഫിഷ് ടുമോറോ. അതുപോലെ തന്നെ ഞാൻ നാളെ കുളിക്കും. ഐ വിൽ ബാത്ത് ടുമോറോ. ഐ വിൽ സ്വിം ടുമോറോ. ഐ ഷാൽ ഗോ ടു ഷോപ്പ് ടുമോറോ. ഐ ഷാൽ ഗോ ടു സ്കൂൾ ടുമോറോ. ഐ വിൽ വാച്ച് TV ടുമോറോ. അങ്ങനെയുള്ള ഷാലിന്റെ കൂടെ സബ്ജക്റ്റിന്റെ കൂടെ ഷാലോ വിൽ പ്ലസ് വെർബിന്റെ ഫസ്റ്റ് ഫോം ഉണ്ടായി അത് സിമ്പിൾ ഫ്യൂച്ചർ ആണ്. അത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നമ്മളിപ്പോൾ പഠിച്ചത് സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ. സിമ്പിൾ പ്രസന്റ് ഫോം ഓർത്ത് വെക്കുക, സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ ഫസ്റ്റ് ഫോം, അതായത് ഇപ്പോൾ നടക്കുന്ന സിമ്പിൾ ഫോം. കഴിഞ്ഞു പോയതാണ് സിമ്പിൾ പാസ്റ്റ്, സബ്ജക്റ്റിന്റെ കൂടെ വെർബിന്റെ സെക്കൻഡ് ഫോം. മൂന്നാമത് വരുന്നതാണ് സിമ്പിൾ ഫ്യൂച്ചർ, ഭാവിയിൽ നടക്കാൻ പോകുന്നത്, സബ്ജക്റ്റ് പ്ലസ് ഷാലോ വിൽ പ്ലസ് വെർബിന്റെ ഫസ്റ്റ് ഫോം. ഇതാണ് സിമ്പിൾ.